സമ്മേളനം. UDF-നെ പിന്തുണയ്ക്കുന്നുവെന്ന് PV അൻവർ പറയുന്നതിൽ സന്തോഷമുണ്ട് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇക്കാര്യം UDF ചർച്ച ചെയ്യുമെന്നാണ്. നിലമ്പൂരിൽ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഏതായാലും UDF-നെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. UDF ഈ കാര്യം ആലോചിച്ചിട്ടില്ല. PV അൻവറിന്റെ വിഷയങ്ങൾ UDF-ൽ ഒരു ഘട്ടത്തിലും ഒരു ചർച്ചയ്ക്ക് വേണ്ടി വന്നിട്ടില്ല. തീർച്ചയായിട്ടും UDF ആ കാര്യം ചർച്ച ചെയ്യും. ഇനിയിപ്പോൾ ഏതായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. 1.5 വർഷത്തിനിടയിൽ നിൽക്കുന്ന രാജ്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്റിമേഷൻ സ്പീക്കർ പെട്ടെന്ന് തന്നെ ഇന്റിമേഷൻ കൊടുക്കും. ഇന്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് തീയതിയും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് വേണം എന്നുള്ള കാര്യം UDF നേതൃത്വം കൂട്ടായി ആലോചിക്കും. ആദ്യം ആലോചിക്കേണ്ട പാർട്ടിയിലാണ്. പാർട്ടി ഇതുവരെ ഒരു ആലോചന ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. അപ്പോൾ പാർട്ടി ആലോചിക്കും. അത് കഴിഞ്ഞ് UDF-ലേക്ക് ആ കാര്യം വരും. അങ്ങനെ ആലോചിച്ച് ഒരു തീരുമാനം ഈ കാര്യത്തിൽ എടുക്കും എന്നാണ് എന്റെ വിശ്വാസം. UDF കൺവീനർ MM ഹസനും സമാനമായ പ്രതികരണമാണ് നടത്തിയത്. രാജ്യം എത്തുന്നതേ ഉള്ളൂ. രാജ്യം അക്സെപ്റ്റ് ചെയ്യണം, ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം, ഇലക്ഷൻ കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കണം. ആ സമയത്ത് പറയാതിനുള്ള മറുപടി. അതല്ല ഇപ്പൊ ഇലക്ഷൻ ഇല്ലല്ലോ. ഇലക്ഷൻ വരുമ്പോ പറഞ്ഞാൽ പോലെ ഇല്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ. അൻവർ കോൺഗ്രസിൽ വരണമെന്നോ UDF-ൽ വരണമെന്നോ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ അപ്പോ കോൺഗ്രസും ആലോചിക്കും, UDF-ഉം ആലോചിക്കും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പാർട്ടി ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വിഷയം സാന്നിധ്യത്തിൽ ഇപ്പോൾ ആലോചിക്കും. ആ ആലോചനയിൽ ഇക്കാര്യത്തിൽ ലീഗ് സ്വന്തമായി എടുക്കേണ്ട ഒരു വിഷയവുമില്ല. ഇനി ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തി ഔദ്യോഗികമായി ഒരു തീരുമാനം എടുക്കേണ്ടത് UDF-ആണ്. അവിടെ ബൈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ എന്തായാലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ആ തീരുമാനം ഇനി UDF എടുത്താൽ മതി. കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ ഈ വിഷയത്തിൽ ലീഗ്